لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد عدد ما في علم الله صلاة دائمة بدوام ملك الله بسم الله الرحمن الرحيم الذين آمنوا أشد حبا لله صدق الله مولانا العظيم وقال نبينا وحبيبنا محمد صلى الله عليه وسلم ثلاث من كن فيه وجد بهن حلاوة الإيمان أن يكون الله ورسوله أحب إليه مما سواهما وأن يحب المرء لا يحبه إلا لله إلى آخر الحديث صدق رسول الله صلى الله عليه وسلم. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പ്രഗത്ഭരായ അഡ്മിന്മാർ, എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ റേഡിയോ ശ്രോതാക്കൾ, മറ്റുള്ള അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്ന മഹബൂബീങ്ങളായ ആളുകളെ, അള്ളാഹു തആല അവന്റെ മഹബത്ത് കാരണമായിട്ട് ദുനിയാവിലും ആഖിറത്തിലും നമ്മളെയും ബന്ധപ്പെട്ട ആളുകളൊക്കെ സലാമത്തിലാക്കട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ലോകപ്രസിദ്ധിയാർജിച്ച ഒരു മഹാനുഭാവരുടെ ഒരു മഹാ അത്ഭുതം കുറിക്കുന്ന ഒരു ഗ്രന്ഥത്തിന്റെ ചില വരികളാണ് നാം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതൊരു മനുഷ്യനും പരിശുദ്ധമായ ഇൽമുകൾ പഠിക്കുന്ന നുകരുന്ന നേരത്ത് ശറഈയായ ഇൽമുകളൊക്കെ, കർമ്മശാസ്ത്രപരമായുള്ള ഉലൂമുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ആണ് തസവ്വുഫിലേക്ക് കാര്യമായി ചിന്തിക്കാറുള്ളത്. എന്നാൽ മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ചെയ്യുന്ന ആളുകളുടെയൊക്കെ വയസ്സുകൾ പായായി പോകുന്നുണ്ട് എന്നൊക്കെ മഹാനായ ഇമാം ഗസ്സാലി തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. മറ്റുള്ള ഉലൂമുകളോടുകൂടെ നാളെ പാരത്രികമായിരിക്കുന്ന ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപകാരം കിട്ടുന്നതും അവന്റെ ലാഹിറും ബാത്തിനും ശുദ്ധിയാക്കാൻ ഒരു മനുഷ്യനെ പര്യാപ്തമാക്കിയെടുക്കുന്ന ഇൽമു, അള്ളാഹുവിനെ കുറിച്ചും അവന്റെ പരിശുദ്ധമായ ഔസാഫുകളെ കുറിച്ചുള്ള ഈ ഇൽമ്, തസവ്വുഫ് ഒരു മനുഷ്യൻ നുകർന്നെടുക്കുക എന്നുള്ളത് മറ്റുള്ള ഉലൂമുകൾ നുകർന്നെടുക്കുന്നതിനേക്കാൾ ആദ്യമായിട്ടാണ് ഇത് ചെയ്യേണ്ടുന്നത്, അതിനേക്കാൾ പ്രാധാന്യമാണ് ഇതിന് നൽകേണ്ടുന്നത് എന്നൊക്കെ മഹാനായ ഇമാം ഗസ്സാലി തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു വെച്ചതിന്റെ ബാക്കി ഭാഗം ഞാൻ ഓർമ്മപ്പെടുത്താം. മഹാനായ ഹാത്തിം റളിയല്ലാഹു അൻഹുവിന്റെയും ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹുവിന്റെയും സംഭവമാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിരുന്നത്. ഹാത്തിമുൽ അസം, ആ പേര് തന്നെ തസവ്വുഫിന്റെ ലോകത്തിൽ ഒരു മഹാ അത്ഭുതമാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ
മഹാനായ ഹാത്തിം റളിയല്ലാഹു തആല അൻഹുവിനിക്ക് അസമ്മ് എന്നുള്ള പേരിലാണ് ലോക ചരിത്ര ഗ്രന്ഥങ്ങൾ മുഴുവനും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഖിയാമത്ത് നാൾ വരെയുള്ള സകല ആളുകളും മഹാനായ ഹാത്തിം തങ്ങളെക്കുറിച്ച് പറയുന്നതിന്റെ കൂട്ടത്തിൽ ഹാത്തിമുനിൽ അസമ്മ്, ചെവിട് പൊട്ടനായ ഹാത്തിം എന്നാണ് പറയാറുള്ളത്. അതിന്റെ കാരണം മഹത്തുക്കളായ ഉലമാ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ ഹാത്തിമുനിൽ അസമ്മ് റളിയല്ലാഹു അൻഹുവിനിക്ക് ഒരാൾക്കും പൊട്ടൻ, ചെവിട് പൊട്ടൻ എന്നുള്ള പേര് അവരുടെ മാതാപിതാക്കൾ ഇടില്ല. പിന്നെ എങ്ങനെയാണ് ഹാത്തിം തങ്ങൾക്ക് അസമ്മ് എന്നുള്ള ഒരു പേര് വന്നു എന്ന് ചോദിച്ചാൽ അഇമ്മത്ത് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഹാത്തിമുനിൽ അസമ്മ് റളിയല്ലാഹു തആല അൻഹു മഹാനായ ഹാത്തിം തങ്ങൾ ഒരു പെണ്ണിന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെവിട് പൊട്ടനെ പോലെ ഹാത്തിം റളിയല്ലാഹു തആല അൻഹു നീ പറഞ്ഞതൊന്നും കേട്ടിട്ടില്ല എന്ന രീതിയിൽ, എന്ന ഭാവത്തിൽ ആ പെണ്ണിനോട് പെരുമാറിയത് കൊണ്ടായിരുന്നു മഹാനായ ഹാത്തിം റളിയല്ലാഹു അൻഹുവിനിക്ക് അസമ്മ് എന്ന് പേര് വരാനുള്ള കാരണം. അതിനുണ്ടായ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, അങ്ങനെ പെരുമാറാനുണ്ടായ കാരണം ഹാത്തിം റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ ഒരു സ്ത്രീ വന്നിട്ട് പരാതി പറഞ്ഞു. അവിടെ ആവശ്യ നിർവഹണത്തിന് വേണ്ടിയിട്ടുള്ള മഹാനായ ഹാത്തിം തങ്ങളെ സമീപിച്ചപ്പോൾ, അവിടെ പ്രയാസം പറയാൻ വേണ്ടി ഹാത്തിം റളിയല്ലാഹു അൻഹുവിന്റെ സമക്ഷത്തിലേക്ക് വന്നപ്പോൾ മഹാനായ ഹാത്തിം റളിയല്ലാഹു തആല അൻഹു ആ വിഷയങ്ങളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ മൂട്ടിൽ നിന്ന് ഒരു ദുറാത്തങ്ങ് പുറത്തു പോയി, ഒരു റീഹ്, ഒരു സൗത്തങ്ങ് പുറത്തു പോയപ്പോൾ വല്ലാത്ത വിഷമുണ്ടായി. വിഷമുണ്ടാവുമല്ലോ, പെണ്ണുങ്ങളെ സംബന്ധിച്ചാവുമ്പോൾ പ്രത്യേകിച്ചും. അത് വല്ലാത്തൊരു വിഷമമായപ്പോൾ മഹാനായ ഹാത്തിം റളിയല്ലാഹു തആല അൻഹുവിന് ആ വിഷമം ശരിക്കും മനസ്സിലായ കാരണം കൊണ്ട് തന്നെ ഹാത്തിം റളിയല്ലാഹു തആല അൻഹു വീണ്ടും പറഞ്ഞു, എന്താ നീ പറഞ്ഞത് ഒന്നും കൂടി ആവർത്തിക്കാൻ വേണ്ടി ഹാത്തിം റളിയല്ലാഹു തആല അൻഹു ആ പെണ്ണിനോട് പറയുന്നുണ്ട്. എനിക്ക് അത്ര ശരിക്കും ഇജ്ജ് പറഞ്ഞ് കേട്ടില്ല, മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് നിന്റെ വക്കൽ നിന്ന് വന്ന റീഹ്, ആ ലുറാത്ത് ഞാൻ കേട്ടിട്ടില്ല എന്ന് വരുത്താൻ വേണ്ടിയിട്ട്, ആ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മഹാനായ ഹാത്തിം റളിയല്ലാഹു തആല അൻഹു ആ പെണ്ണിനോട് അങ്ങനെ പെരുമാറി എന്നുള്ള കാരണം കൊണ്ടാണ് അസമ്മ് എന്നുള്ള പേര് വരാനുള്ള ഉണ്ടായ കാരണമെന്ന് മഹാനായ ഹാത്തിം റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് ഉദ്ധരിച്ചത് മഹത്തുക്കളായ ഉലമാ പറയുന്നുണ്ട്. അൽവാഫി ഉസ്താദ് ആ ഇബാറത്തൊന്ന് ഇവിടെ പേസ്റ്റ് ചെയ്ത് കണ്ടു. ഏതായാലും ആ ഹാത്തിം റളിയല്ലാഹു തആല അൻഹു മഹാനായ ഷഖീഖ് തങ്ങളുടെ കൂടെ നിന്നിട്ട് 33 വർഷം കൂടെ നിന്നിട്ട് എന്താ നിങ്ങൾക്ക് കിട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ, എനിക്ക് 8 കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ 8 കാര്യങ്ങൾ എന്റെ ദുന്യവിയും മുഖ്റവിയുമായ സകലമാന പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുമെന്നും എനിക്കതുകൊണ്ട് വിജയിക്കാൻ കഴിയുമെന്നും അത് എന്നെ രക്ഷപ്പെടുത്താൻ അത് മതിയാകുമെന്നൊക്കെ ബഹുമാനപ്പെട്ട ഹാത്തിം റളിയല്ലാഹു തആല അൻഹു ഷഖീഖ് തങ്ങളോട് പറയുമ്പോ, ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു തആല അൻഹു തിരിച്ചു ചോദിക്കുന്നുണ്ട് ആ 8 കാര്യങ്ങൾ എന്താണ് എന്ന്. ആ ചോദിക്കുന്ന സാഹചര്യത്തിൽ ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു തആല അൻഹുവിനിക്ക് മഹാനായ ഹാത്തിം റളിയല്ലാഹു തആല അൻഹു ആ വിഷയങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഹാത്തിം റളിയല്ലാഹു തആല അൻഹു ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു തആല അൻഹുവിനോട് വിഷയങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്ന സമയത്ത് ഹാത്തിം റളിയല്ലാഹു തആല അൻഹു ഒന്നാമതായി പറയുന്ന വിഷയമാണ് ഞാൻ ഇന്ന് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് തർത്തീബല്ല എന്നുള്ളത് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഹാത്തിം റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒന്നാമത്തെ വിഷയം, ഞാൻ ഖൽഖുകളിലേക്കൊക്കെ ഇന്നി റഅയ്തു ഇലൽ ഖൽഖി ഫറഅയ്തു ലികുല്ലി മിൻഹും മഹ്ബൂബ. ഞാൻ സൃഷ്ടികളിലേക്കങ്ങ് നോക്കിയപ്പോൾ സൃഷ്ടികളിൽ എല്ലാ സാധനത്തിനും ഒന്നിനൊന്നിനെന്നല്ല, ഏത് അള്ളാഹുവിന്റെ മഖ്ലൂഖായിട്ട് എന്തെല്ലാമുണ്ടോ, പക്ഷിപ്പറവുകളിലേക്ക് നോക്കുമ്പോഴും അത് കാണുന്നുണ്ട്,
ജന്തുജാതി സാധനങ്ങളിലേക്ക് നോക്കുമ്പോഴും ഞാൻ കാണുന്നുണ്ട്. ഏത് സാധനങ്ങളുണ്ടോ ആ സാധനങ്ങളിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് ഞാൻ കാണുന്നുണ്ട് മഹബൂബൻ, ഒന്ന് മറ്റൊന്നിനെ ഇഷ്ടപ്പെടുക, ഒന്ന് മറ്റൊന്നിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പങ്കുവെക്കുന്നുണ്ട്. ചില സ്നേഹം എന്നുള്ളത് വബഅദു ദാലിക്കൽ മഹബൂബ് യുസാഹിബുഹു ഇലാ മർദിൽ മൗത്ത്, ചിലത് മറവുൽ മൗത്ത് വരെ എന്താക്കുന്നുള്ളൂ, സഹവസിക്കുന്നുള്ളൂ. ചില സ്നേഹം മറവുൽ മൗത്ത് വരെ പരസ്പരം സ്നേഹിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് സ്ഥാനമാനങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും അതിൽ തന്നെ കഴിഞ്ഞുകൂടുന്ന ആളുകളുണ്ട്. അവരുടെ സ്ഥാനമാനങ്ങളാവട്ടെ അവരുടെ മറവുൽ മൗത്ത് വരെ ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ ചില കൂട്ടുകാർ തന്നെ രോഗം പിടിക്കുന്നത് വരെ, ചില കൂട്ടുകാർ രോഗം പിടിക്കുന്നത് വരെ ഉണ്ടാവാറുള്ളൂ. മറ്റു ചില ആളുകൾ രോഗം വരുന്നുണ്ട്, അവനിക്ക് അതിന്റെ ലക്ഷണങ്ങളുണ്ട് എന്ന് കേട്ടാൽ തന്നെ രക്ഷപ്പെടും, കൂടെ നിൽക്കാനില്ല. മറ്റു ചില ആളുകൾ, ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ പറയുന്നു വബഅദുഹു ഇലാ ശഫീരിൽ ഖബർ, മറ്റു ചിലത് അവരുടെ ഖബറിന്റെ തെല്ല് വരെ പോകുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളൊക്കെ അങ്ങനെയല്ലേ ചെയ്യാറുള്ളത്? 3 കെട്ടും കെട്ടിയിട്ട് നമ്മളെ കൊണ്ടുപോയിട്ട് ഖബറിന്റെ വക്കത്ത് വെച്ചിട്ട് മിൻഹാ, ഖബറിന്റെ ഉള്ളിൽ വെച്ച് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖറാ എന്ന് പറഞ്ഞിട്ട് 3 പിടി മണ്ണ് വാരിയങ്ങിട്ടിട്ട് പിന്നെ എല്ലാ ആളുകളും തിരിച്ചു വരുന്നുണ്ട്. ചില ആളുകൾ അവരുടെ മറവുൽ മൗത്ത് വരെ ഉണ്ടാവും, മരണത്തിന്റെ രോഗത്തിന്റെ ശയ്യയിൽ കിടക്കുന്ന ആ സമയം വരെ. മറ്റു ചില ആളുകളാവട്ടെ അവരുടെ ഖബറിന്റെ തെല്ല് വരെ എത്തുന്നുണ്ട്. സുമ്മയർജഉ കുല്ലുഹു, പിന്നെ എല്ലാവരും മടങ്ങുന്നുണ്ട്. വയത്റുകുഹു ഫരീദൻ വഹീദാ, വയത്റുകുഹു ഫരീദൻ വഹീദാ, അവനെ ഏകനാക്കിയിട്ട് ഒറ്റക്കാക്കിയിട്ട് വിടുക. ഞാനിങ്ങനെ ചിന്തിച്ചു, എന്റെ ചിന്തയിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്, ഞാൻ ആലോചിച്ചു, ഒരു മഹബൂബ് എപ്പോഴാ കൂടെ വേണ്ടത്, ഒരു മഹബൂബ് എപ്പോഴാണ് കൂടെ നിൽക്കേണ്ടുന്നത്, ഞാനിങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. ഇവിടെ കൂടെ നിൽക്കേണ്ടുന്ന സമയം ഞാൻ ആലോചിച്ചപ്പോ എനിക്ക് കിട്ടിയത്, ആരാരും സഹായിക്കാനും സഹകരിക്കാനും കൂടെ നിൽക്കാനും ഇല്ലാത്ത ഒരു നേരം, ആരാരും സഹായിക്കാനും സഹകരിക്കാനും കൂടെ നിൽക്കാനും ഇല്ലാത്ത ഒരു നേരം വരുമ്പോ ആരാണോ കൂടെ നിൽക്കുന്നത് അവനാണല്ലോ യഥാർത്ഥത്തിൽ മഹബൂബാവേണ്ടുന്നത്, അവനെയാണല്ലോ കൂടെ കൂട്ടേണ്ടുന്നത്. അല്ലാത്ത സമയത്തിൽ കുറെ ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടായിട്ടെന്ത് കാര്യം, അവരെ കൊണ്ടെന്ത് കാര്യമുണ്ട് എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. അപ്പോ യഥാർത്ഥത്തിൽ ഹുബ്ബ് വേണ്ടുന്നത് അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കേണ്ടുന്ന, പരസ്പരം സ്നേഹിച്ചാൽ കൂലി കിട്ടുന്ന ഹുബ്ബ്. നമുക്ക് പലതിനോടും മഹബത്തുണ്ട്, നമ്മുടെ മഹബത്തിന്റെ കോലമെന്ത്, നമ്മുടെ ഇഷ്ടത്തിന്റെ കോലമെന്ത്. നാൽക്കാലികൾ ഇഷ്ടപ്പെടുന്നത് പോലെയാണ് നമ്മുടെ ഇഷ്ടം, നാൽക്കാലികൾ ഇഷ്ടപ്പെടുന്നത് പോലെയാണ് നമ്മുടെ ഇഷ്ടം. തൊള്ളക്ക് നല്ല രുചിയുണ്ടോ എന്നാ വലിയ ഇഷ്ടം. അതുപോലെ തന്നെ നല്ല സുഖം കിട്ടുണ്ടോ, നല്ല ഉറങ്ങാൻ നല്ല ബെഡുണ്ട്, നല്ല മെത്തുള്ളതായ ബെഡാണ്, നല്ല സുഖമുള്ളതായ ഒരു റൂമാണ്, AC ഉള്ള റൂമാണ്, നല്ല ഇഷ്ടം. അതല്ലെങ്കിൽ കുടിച്ചാൻ നല്ല സുഖമുള്ളതായ പാനീയമാണ് ഒരുത്തനിക്ക് കിട്ടുന്നത്, അപ്പൊ നല്ല ഇഷ്ടം. ഈ ഒരു ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് നാക്കാലികൾക്കുമുള്ള ഇഷ്ടം. അപ്പൊ നമ്മളുടെ കയ്യിൽ ബഹീമിയ സ്വഭാവം നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞിട്ടില്ല, സ്വാർത്ഥ സ്വഭാവം നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ഹുബ്ബ് വെക്കേണ്ടുന്നത് അവൻ ഫരീദും വഹീദുമാകുന്ന സമയത്ത് അവന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ ആരാണോ അവരെയാണ് സ്നേഹിക്കേണ്ടുന്നത്. സ്നേഹം എന്നുള്ളത് ഇസ്ലാമിന്റെ മർമ്മമാണ്. സ്നേഹം എന്നുള്ളത് അതാണ് യഥാർത്ഥത്തിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ സ്നേഹമാ. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് പറഞ്ഞില്ലേ, മുത്തുനബി തങ്ങൾ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ കൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ നിന്നുള്ള ഒരാളും പൂർണ്ണമായ മുഅ്മിനാകുന്നില്ല. ഏതുവരെ പൂർണ്ണമായ മുഅ്മിനല്ല? ഏതുവരെ എന്ന് ചോദിച്ചാൽ ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, ഞാൻ അവനിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാവണം, മഹബത്ത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈമാൻ. അത് ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്. പരിശുദ്ധമായ ഹദീസിൽ കാണാം. അനസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മഹാനായ ഇമാം ബുഖാരി മുസ്ലിം റളിയല്ലാഹു അൻഹുമാ ഇത്തിഫാഖായി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സലാസു മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ. 3 കാര്യം ഒരാൾക്ക് എത്തിക്കഴിഞ്ഞാൽ അവനക്ക് ഈമാനിന്റെ രുചിയെത്തി. ഈമാനിന്റെ അവന്റെ കയ്യിൽ. ഏതാ 3 എന്ന് പറഞ്ഞിട്ട് അള്ളാഹും റസൂലും അവനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാവുക. അള്ളയും റസൂലും അവനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായ, അങ്ങനെ ആയാൽ അവൻ മുഅ്മിനാണ് എന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് തന്നെയാണ് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാനായ സയ്യിദ്നാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഇന്നക ലഅഹബ്ബുൽ ഖൽഖി ഇലയ്യ ഇല്ലാ മിൻ നഫ്സി യാ റസൂലല്ലാഹ്. ഇന്നക ലഅഹബ്ബുൽ ഖൽഖി ഇലയ്യ, എനിക്ക് സൃഷ്ടികളിൽ വെച്ച് തങ്ങളോട് ഏറ്റവും ഇഷ്ടമാ. ഇലയ്യ, എന്നിലേക്ക് ഏറ്റവും ഇഷ്ടം തങ്ങളാ. ഇല്ലാ മിൻ നഫ്സി, എന്റെ നഫ്സിനെ കഴിച്ചാൽ. ഹിജറ 6-ാം വർഷം അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ വന്നിട്ട് പരിശുദ്ധമായ ദീൻ സ്വീകരിച്ച ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തത സഹചാരിയായ സയ്യിദ്നാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ ഹബീബിനോട് പറയാ, ഇന്നക ലഅഹബ്ബുൽ ഖൽഖി ഇലയ്യ ഇല്ലാ മിൻ നഫ്സി, എന്റെ നഫ്സ് കഴിച്ചാൽ പിന്നെ തങ്ങളോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമറേ, നിന്റെ നഫ്സ് കഴിച്ചിട്ടാണോ എന്ന് ചോദിച്ചു. അങ്ങനെ ആവാൻ പറ്റൂല, ഒരു മുഅ്മിനെ സംബന്ധിച്ച് അത് പറ്റൂല എന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നീ പൂർണ്ണമായ മുഅ്മിനല്ല എന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമറ, നീ പൂർണ്ണമായ മുഅ്മിനല്ല. കാരണം അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. പ്രവാചകന്മാര് എന്നുള്ളത് പ്രവാചകൻ, ഏതൊരു ഉമ്മത്തിന്റെയും പ്രവാചകൻ മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് അവരുടെ നഫ്സിനേക്കാൾ അവർക്ക് കടമപ്പെട്ടവരാണ് പ്രവാചകർ എന്ന് മുഹമ്മദ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉമറെ പൂർണ്ണമായ മുഅ്മിനല്ല എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് ഒരൽപ്പം ഒന്ന് തലതാഴ്ത്തി നിന്നിട്ട് ഒരൽപ്പം ചിന്തിച്ചു. സ്വന്തം നഫ്സിനോട് കുശലം പറയുന്നത് പോലെ, സ്വന്തം നഫ്സിനോട് ഒന്ന് വിഷയം പറഞ്ഞു കൊടുക്കുന്നത് പോലെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തലതാഴ്ത്തി നിന്നുകൊണ്ട് പറഞ്ഞു, ഇന്നക ലഅഹബ്ബു ഇലയ്യ ഹത്താ മിൻ നഫ്സി. ഇന്നക ലഅഹബ്ബു ഇലയ്യ, എനിക്ക് എന്റെ നഫ്സിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം, ഇന്നേരം എനിക്ക് ഏറ്റവും ഇഷ്ടം, ഞാൻ എന്റെ നഫ്സിനോട് പറഞ്ഞ് എന്റെ നഫ്സിനെ പാകപ്പെടുത്തിയെടുത്തിട്ടാണ് ഈ പറയുന്നത്, ഇന്നേരം എനിക്ക് ഏറ്റവും ഇഷ്ടം നബിയെ തങ്ങളാണ് എന്ന് പറഞ്ഞു ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളപ്പോൾ പറഞ്ഞു. സുമ്മ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോഴാണ് മുത്തുനബി തങ്ങൾ പറഞ്ഞത്, അൽ ആൻ, ഇന്നേരത്ത് അൻത മുഅ്മിനുൻ കാമിൽ എന്ന പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഒരു മനുഷ്യന്റെ കൂടെ കൂടാൻ ഫരീദും വഹീദുമാകുന്ന നേരത്ത് ആരാണോ അവനിക്ക് സമാധാനം നൽകുന്നത്, അവന്റെ കൂടെ കൂടുന്നത്, അവനിക്ക് കാര്യദിശ ഉണ്ടാക്കി കൊടുക്കുന്ന സാധനം എന്താണോ ആ സാധനത്തിനെയാണല്ലോ കൂടെ കൂട്ടേണ്ടുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു. മഹാനായ ഷഖീഖ് തങ്ങളോട് പറയാ, ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോ എന്നെ വഹീദാക്ക, എന്നെ ഫരീദാക്ക, എന്നെ ഏകനാക്കിയിട്ട് ഖബർ ഇട്ടേച്ചു പോകുന്ന സമയത്ത് എന്റെ മക്കൾ വരുന്നില്ല, എന്റെ മുതൽ വരുന്നില്ല, എന്റെ അധികാരം വരുന്നില്ല, എന്റെ കൂട്ടുകാര് വരുന്നില്ല, എന്റെ കുടുംബങ്ങളില്ല, ആരാരുമില്ല. പിന്നെന്തിനാണ് ഞാൻ ഇവരെ മഹബൂബാക്കണം? പിന്നെന്തിന് ഞാൻ ഇവരെ മാഷൂഖാക്കണം? പിന്നെന്തിന് ഞാൻ ഇവരുടെ പിന്നാലെ പോകണം? ഞാനിത് ചിന്തിച്ചുകൊണ്ട് ബേജാറാവാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ ചിന്തിച്ചു, ഇവരല്ലാത്ത എന്റെ കൂടെ കൂടാൻ ഞാൻ ഏകനാകുന്ന നേരത്ത് എന്റെ കൂടെ കൂടിയിട്ട് എനിക്ക് സമാധാനം പറഞ്ഞു തരാൻ, എന്നെ സമാധാനിപ്പിച്ചുകൊണ്ട് നിന്റെ കൂടെ ഞാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സമാധാനത്തിന് എന്റെ കൂടെ കൂടുന്ന ആളുകളുള്ള സമയത്ത് കൂടെ ആളുകളില്ലെങ്കിലും, ആളുകളുള്ള സമയത്ത് മറ്റുള്ള ആളുകളുടെ സഹായമില്ലെങ്കിലും ഞാൻ ഏകനല്ലല്ലോ, ഞാൻ പ്രയാസത്തിലല്ലല്ലോ എന്ന് പറഞ്ഞ് സമാധാനിക്കാം. പക്ഷേ സത്യത്തിൽ ഒരു മനുഷ്യൻ പ്രയാസപ്പെടുന്ന ഫരീദും വഹീദുമാകുന്ന നേരത്ത് ആരാരും കൂടെ ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ വലിയ വിഷമം തന്നെയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഫരീദും വഹീദുമാകുന്ന സമയത്ത് എന്റെ കൂടെ കൂടുന്ന ആൾ ആരാണ് എന്ന് ചിന്തിച്ചു നോക്കിയപ്പോ വലാ യദ്ഖുലു മഅഹു ഫീ ഖബ്രിഹി മിൻഹും അഹദുൻ, ഒരാളും തന്നെ
അവർ ആ ഖബറിലേക്ക് ആരാരും കേറണില്ല, കുടുംബം വരുന്നില്ല, മക്കള് വരുന്നില്ല, ഭാര്യ വരുന്നില്ല, മുതല് വരുന്നില്ല, സ്ഥാനം വരുന്നില്ല, കൂട്ടുകാര് വരുന്നില്ല, ഉപദേശകന്മാരില്ല, ആരും വരുന്നില്ല. ഇത് കണ്ടപ്പോ പ്രയാസം തോന്നി. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഫതഫക്കർതു, ഞാൻ ചിന്തിച്ചു, അഫ്ളലുൽ മഹബൂബിൽ മർഇ മാ യദ്ഖുലു മഅഹു ഫീ ഖബ്രിഹി, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ മഹബൂബ്, ഏറ്റവും അഫ്ളലായ മഹബൂബ്, ഏറ്റവും അഫ്ളലായ സ്നേഹിതൻ, ഏറ്റവും അഫ്ളലായ ഉറ്റചങ്ങാതി ആരാണ് എന്ന് ചോദിച്ചാൽ അവന്റെ ഖബറിൽ അവന്റെ കൂടെ കൂടുന്നവനാ. അവന്റെ ഖബറിൽ അവന്റെ കൂടെ കൂടുന്നവർ ആരുണ്ടോ അവരാണ് സത്യത്തിൽ ഏറ്റവും വലിയ മഹബൂബ്, ഏറ്റവും അഫ്ളലായ മഹബൂബ്. വയുആനിസുഹു ഫീഹി, ആ ഖബറിൽ അവനിക്ക് സമാധാനം പറയുന്ന ആൾ ആരാണോ അവരാണ് ഏറ്റവും വലിയ മഹബൂബ് എന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ ചിന്തിച്ചപ്പോ എനിക്ക് കിട്ടി, ഫമാ വജത്തുഹു ഗൈറൽ അമാലി സ്വാലിഹാ, ഞാൻ ചിന്തിച്ചപ്പോ ഈ അഫ്ളലായ മഹബൂബായിട്ട് കാണുന്നത് സ്വാലിഹായ അമലല്ലാത്ത വേറൊന്നും കാണുന്നില്ല. സ്വാലിഹായ അമലല്ലാത്ത വേറൊന്നും അവന്റെ കൂടെ വന്നിട്ട് അവനെ സമാധാനിപ്പിക്കാൻ, അവനെ സമാധാനം പറഞ്ഞുകൊണ്ട് അവന്റെ കൂടെ കൂടാൻ ദിക്റും ഫിക്റും ശുക്റുമല്ലാത്ത വേറൊന്നും കാണുന്നില്ല. ഇതുണ്ടോ? അത് വന്നിട്ട് അവനിക്ക് സമാധാനം പറയും, അത് വന്നിട്ട് അവനോട് സമാധാനം പറയും, ഞങ്ങൾ കൂടെണ്ട്, നിങ്ങൾ വേജാറാവണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നല്ല ഹസനായ രൂപത്തിൽ, ഒരു നല്ല മനുഷ്യന്റെ കോലത്തിൽ വന്നിട്ട് അവനിക്ക് സമാധാനം പറഞ്ഞ് അവനിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും അഫ്ളലായ ആ മഹബൂബിനെ തേടിയിട്ട് ഞാൻ നടക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് കിട്ടിയ ഏറ്റവും അഫ്ളലായ മഹബൂബ് ഏതാണെന്ന് ചോദിച്ചാൽ അമലുൻ സ്വാലിഹല്ലാത്ത വേറൊന്നും കിട്ടിയില്ല. പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിന്റെ ലിഖാ കാണാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഫല്യഅമൽ അമലൻ സ്വാലിഹാ, അവർ സ്വാലിഹായ സൽക്കർമ്മം ചെയ്തു കൊള്ളട്ടെ എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ഫഅഖൽതുഹാ മഹ്ബൂബത്തുൽ ലി ലിതകൂന സിറാജൻ ലി ഫി ഖബ്രി വതുആനിസുനി ഫീഹി വലാ തത്റുകുനി ഫരീദാ. ഫഅഖൽതുഹാ മഹ്ബൂബത്തുൽ ലി, ഞാൻ എന്റെ കൂട്ടിനെ, കുടുംബത്തിന്, എന്റെ സ്ഥാനത്തെ, എന്റെ മാനത്തെ, എന്റെ മുതലിനെ, എന്റെ സഹവാസികളെ എല്ലാവരെയും മാറ്റി നിർത്തി അവരെയൊക്കെ ഞാൻ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മഹബൂബായിട്ട് കൊണ്ട് നടന്നില്ല. ഞാൻ എന്റെ ഇഷ്ടപ്പെട്ട മഹബൂബായിട്ട് ഞാൻ കൊണ്ട് നടന്നില്ല. അവരെ എല്ലാവരെയും ഞാൻ മാറ്റി നിർത്തി. ഞാൻ എന്റെ അഫ്ളലുൽ മഹബൂബിനെ ഞാൻ തെരഞ്ഞെടുത്തു. ഇപ്പൊ എവിടെ പോകുമ്പം എന്റെ മഹബൂബ് എന്റെ കൂടെയുണ്ട്. കാരണം എന്താ? ഞാൻ ഫരീദും വഹീദുമായിട്ട് ഏകനായി കഴിഞ്ഞുകൂടേണ്ടുന്ന ഒരു നേരം വരാനുണ്ട്. അന്ന് എന്റെ കൂടെ എന്നെ വന്നിട്ട് ചിതളും പുഷുക്കളും താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ, പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ, കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല തള്ളലാണതുകൊണ്ട്, സമ്പാദ്യം മുതലിൽ നിന്ന് മൂന്നക്ക് ഫാന, അതുമാത്രമല്ലതിലെപ്പോഴും വഹദാന, ഞാൻ ഏകനാവാൻ പാടില്ല. എന്റെ ശരീരം പുഴുക്കുത്ത് സംഭവിക്കാൻ പാടില്ല. എന്നെ ഒരു പുഴു വന്നിട്ട്, എന്നെ മറ്റുള്ള പുഴുക്കൾ വന്നിട്ട്, ചിതളും പുഴുക്കളൊക്കെ വന്നിട്ട് എന്റെ ശരീരത്തിന്റെ മാംസതളങ്ങളുള്ള ആ ഭാഗങ്ങളൊക്കെ തിന്നു തീർക്കുന്ന ഒരവസ്ഥയുണ്ടാവാൻ പാടില്ല. അതിനൊക്കെ തടഞ്ഞു നിർത്തണം. അത് തിന്നാൻ പറ്റിയ തടിയല്ല, അത് സംരക്ഷിക്കപ്പെടേണ്ടുന്നതാ, അത് എക്കാലത്തും വാക്കിയാവേണ്ടുന്നതാ. ആ കടന്ന കടത്തത്തിൽ നിന്ന് ഒരു രോമത്തിന് പോലും കേടുപറ്റാതെ എന്റെ ശരീരം വാക്കിയാവണം. ആ വാക്കിയാക്കപ്പെടാൻ എന്റെ കൂടെ ഒരാൾ സഹായത്തിന് വേണം. എന്റെ കൂടെ നിൽക്കുന്ന ആളെ തേടിയിട്ട് നടന്നപ്പോ എനിക്ക് കിട്ടിയത് സ്വാലിഹായ അമലാണ് കൂടെ നിൽക്കുന്നത്. ഈ സ്വാലിഹായ അമലിന് ഞാൻ കൂടെ കൂട്ടി. എന്റെ കൂടെ ഉണ്ട് ഇപ്പൊ അയാൾ എന്റെ കൂടെയാ. മറ്റുള്ള എല്ലാ മഹബൂബിങ്ങളെയും ഞാൻ മാറ്റി നിർത്തി. മഹബൂബിങ്ങളെയും മഅശൂഖിങ്ങളെയും മാറ്റി നിർത്തിയിട്ട് ഇപ്പോ എനിക്ക് ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കേണ്ട ആവശ്യമില്ല, അതല്ലെങ്കിൽ കോളേജുകളിലേക്ക് പോകേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ മറ്റു വഴിയോരങ്ങളിലേക്ക് പോകേണ്ടെന്ന ആവശ്യമില്ല, മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി വായി നോക്കി നിൽക്കേണ്ടെന്ന ആവശ്യമില്ല. ഇപ്പൊ എനിക്കൊരു മഹബൂബും മഅശൂഖുണ്ട്.
എനിക്ക് വലിയ ദൗഖുണ്ട്, വലിയ രസമുണ്ട്. എന്റെ മഹബത്തുള്ള എന്റെ മാഷൂഖ്, എന്റെ മഹബൂബും എന്റെ മാഷൂഖും എന്റെ കൂടെ ഉണ്ടായപ്പോ ആ വലിയ ദൗഖോടുകൂടെ ആ ദിക്റിലും ഫിക്റിലും ശുക്റിലുമായി ഇങ്ങനെ കഴിഞ്ഞുകൂടുമ്പോ ആ മഹബൂബന്റെ കൂടെ എന്റെ കൂടെ എന്റെ മജ്ജയിലും മാംസത്തിലും ഞാനിലായി അലിഞ്ഞു ചേരുന്നുണ്ട്. ഞാൻ ആകെ ഇല്ലാതെയാണ് ഞാൻ ഫനായിന്റെ മഖാമിലേക്ക് എത്തുന്നുണ്ട്. ഞാനല്ലാതെയായി മാറുന്നുണ്ട്. ഞാൻ അനയില്ല. ഇപ്പോ അന എന്നുള്ള വാക്ക് പറയാനേ ഇല്ല. ഇപ്പൊ എന്റെ മെഹബൂബ് മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ പോയിട്ടുണ്ട്. ഞാൻ എന്നുള്ള വാക്കല്ലെങ്കിലും മലക്കുകൾ പറയാറുണ്ടായിട്ടില്ല. ഇബ്ലീസുൽ ലഈൻ ലഅനത്തുല്ലാഹി അലൈഹി അന ഖലഖതനി മിൻ നാരിൻ വ ഖലഖതഹു മിൻ തുറാബ് എന്ന് പറഞ്ഞതിന് ശേഷം ഒരിക്കലും മഹാന്മാരായ അംലാക്കുകൾ അന എന്നുള്ള പദം തന്നെ ഉപയോഗിച്ചിരുന്നില്ല എന്ന് തഫ്സീർ റൂഹുൽ ബയാൻ പറയുന്നുണ്ട്. എന്തേ കാരണം എന്ന് ചോദിച്ചാൽ അവർ അള്ളാഹുവിന്റെ ദൗഖിലായി ഫിക്റിലും ശുക്റിലും ദിക്റിലുമായി കഴിഞ്ഞുകൂടി അവരില്ലാതെയായിട്ടുണ്ട്. അവർ ഫനാഇന്റെ മഖാമിലേക്ക് ഞാൻ ഇല്ല, ഞാനെന്ന് പറയുന്നതില്ല. എല്ലാം ഉള്ളതിന്റെ ഉള്ളിലൊന്നുണ്ട്. അത് മനസ്സിലായി തുടങ്ങിയവർക്ക്. അത് മനസ്സിലായി തുടങ്ങിയപ്പോ അതിന് വേണ്ടിയിട്ടുള്ള പണിയായിപ്പോ വല്ലാതെ പണിയെടുക്കുന്നുണ്ട്. അവര് പണിയെടുക്കുന്നത് സ്വാലിഹായ അമല. എന്തിന്? ഒന്നിനെ കണ്ടെത്തണം, എന്നെ കണ്ടെത്തണം. ഞാൻ എന്റെ ഉള്ളിലൊന്നുണ്ട്, ആ ഒന്നിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള പണിയായി. ആ പണിയിൽ ഞാൻ എന്റെ കുടുംബത്തിനെ വിട്ടിട്ടുണ്ട്, എന്റെ കൂട്ടിനെ വിട്ടിട്ടുണ്ട്, എന്റെ മുതലിനെ വിട്ടിട്ടുണ്ട്, എന്റെ സഹവാസികളെ വിട്ടിട്ടുണ്ട്. ഇപ്പൊ ആരുമില്ല. ഞാൻ ഏകനായി നിൽക്കുമ്പോഴും ഒരു കൂട്ടത്തിന്റെ കൂടെയാ. പക്ഷെ ഞാനൊരു കൂട്ടത്തിന്റെ കൂടെ നിൽക്കുമ്പോഴും ഞാൻ ഏകനാ. ഖൽത്തം ഫിൽ വഹദ വഹദത്തും ഫിൽ ഖൽത്ത. ഞാൻ ഖൽത്തത്തിലാണ്. ഏകനായി നിൽക്കുമ്പോഴും എന്റെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ട്. ദാക്കിര്യങ്ങളുണ്ട്, ശാക്കിര്യങ്ങളുണ്ട്. ഞാൻ ഏകനായി നിൽക്കുമ്പോഴും അങ്ങനെയാ. മാത്രല്ല ഞാൻ കൂട്ടമായി നിൽക്കുമ്പോഴും ഞാൻ അവരുടെ കൂടെയല്ല. ഞാൻ എവിടെയോ ആണ്. ഷാക്കിറായിട്ടാണ്. ഞാൻ എന്റെ കുടുംബത്തിന്റെ കൂടെയല്ല, എന്റെ കൂട്ടിന്റെ കൂടെയല്ല, ആരാരുടെയും കൂടെയല്ല. എനിക്കൊന്നിനെ കണ്ടെത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള നട്ടോട്ടത്തിലാ ഞാൻ. ആ ഒന്നിനെ കണ്ടെത്താനുള്ള നട്ടോട്ടത്തിലാ. ആ ഒന്ന് എന്റെ കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ലിതകൂന സിറാജൻ ലീ ഫീ ഖബരി, എന്റെ ഖബറിൽ എന്റെ കൂടെ അത് കൂടും. പോരാവത്തു ആനിസുനി ഫീഹി, ഖബറിൽ എന്നോട് സമാധാനിപ്പിക്കും. എനിക്ക് സമാധാനം പറഞ്ഞു തരാൻ അത് കൂടെയുണ്ടാവും. വലാ തത്രുകുനി ഫരീദാ, എന്നെ ഒറ്റക്കാക്കിയിട്ടത് ഒഴിവാക്കിയിട്ട് പോകൂല. അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പണികളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടുണ്ട് എന്ന മഹാനായ ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു തആല അൻഹുവിനോട് ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞപ്പോ വലിയ സന്തോഷമുണ്ടായി. ഈ സന്തോഷം ഉണ്ടായപ്പോ അടുത്തത് ഇങ്ങനെ ചോദിക്കാൻ, രണ്ടാമത്തത് എന്താണെന്ന് ചോദിച്ചു. കഴിഞ്ഞ ആഴ്ച രണ്ടാമത്തെ പറഞ്ഞു. മൂന്നാമത്തത് എന്താണ് എന്ന് മഹാനായ ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നുണ്ട്. 8 ഫായിദല്ലേ പഠിച്ചത്, 8 കാര്യല്ലേ? ആ 8 എണ്ണത്തിൽ മൂന്നാമത്തത് എന്താണ് എന്ന് ചോദിച്ചപ്പോ മഹാനായ ഹാത്തിം റളിയല്ലാഹു തആല അൻഹു വിശദീകരിക്കുന്നുണ്ട്. ഹാത്തിം റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇന്നി റഅയ്തു കുല്ല വാഹിദിൻ മിനൻ നാസി യസ്ആ ഫീ ജംഇ ഹുതാമിദ് ദുനിയാ സുമ്മ യുംസികുഹു ഖാബിലൻ യദഹു അലൈഹി فتأملت في قوله تعالى ما عندكم ينفد وما عند الله باق فبذلت محصولي من الدنيا لوجه الله تعالى ففرقته بين المساكين لتكون ذخرا لي عند الله. പരിശുദ്ധമായ ഹാത്തിം റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇന്നി റഅയ്തു കുല്ല വാഹിദിൻ മിനൻ നാസ്, ജനങ്ങളിൽ നിന്ന് എല്ലാ ഓരോരുത്തരിലേക്കും ഞാൻ നോക്കിയപ്പോ യസ്ആ ഫീ ജംഇ ഹുതാമിദ് ദുനിയാ, അവരുടെയൊക്കെ പണിപ്പടൽ, അവരുടെയൊക്കെ പാടുപടൽ, ദുനിയാവിങ്ങനെ വാരിക്കൂട്ടണം, മുതലുണ്ടാക്കണം, വലിയ വലിയ സമ്പാദ്യം, ധനാഢ്യന്മാരാവണം. പക്ഷേ ധനം എന്നുള്ളത് വലിയ സുഖമുള്ള കേസല്ല. ഇന്ന ദീനാറ വദ്ദിർഹമ അഹ്ലകാ മൻ കാന ഖബ്ലകും വഹുമാ മുഹ്ലികാകുമാ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
ദീനാറും ദിർഹമും എന്നുള്ള ഈ രണ്ട് സാധനം ഉണ്ടല്ലോ, ഇത് അഹ്ലകാമൻ കാന ഖബലക്കും നിങ്ങൾക്ക് മുമ്പുള്ളവരെ ഹലാക്കാക്കിയ സാധനമാ, വഹുമാ മുഹ്ലികാകുമാ ആ രണ്ട് സാധനമാണ് നിങ്ങളെയും ഹലാക്കാക്കുന്നത് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മനുഷ്യന്മാരുടെ പാടുപെടലൊക്കെ അതിങ്ങനെ ഒരുമിച്ച് കൂട്ടണം, അത് വലിയ ധനാഢ്യനാവണം, വലിയ പേരും പ്രശസ്തിയുമുള്ള ആളാവണം എന്നതിന് വേണ്ടി മനുഷ്യന്മാരൊക്കെ പാടുപെടുന്നുണ്ട്. സുമ്മയും സിഖു ഖാബിദൻ യദഹു, എന്നിട്ട് എന്താ ഓൻ ചെയ്യുന്നത്? അതെല്ലാം കൊണ്ടുവന്നിട്ട് അവനവൻ സൂക്ഷിക്കുക. അവനവൻ സൂക്ഷിക്കാണ്. അവനവൻ സൂക്ഷിച്ചാൽ ബാക്കിയാവോ? നാം സൂക്ഷിച്ചാൽ നമ്മുടേതായി ഇവിടെ ഒന്നും ബാക്കിയാകണില്ല. ഈ കാണുന്ന മുതലൊക്കെ എന്റേതാണ് എന്ന് ഭൂമിയുടെ വലിപ്പം കാണിച്ചുകൊണ്ട് പറയുന്ന മനുഷ്യനിലേക്ക് നോക്കിയിട്ട് ഭൂമി ചിരിക്കുമെന്ന് മഹത്തുക്കളായ ഉലമാ പറയുന്നുണ്ട്. ആ ഭൂമി ഈ മനുഷ്യനോട് പറയുമത്രേ, ഓ അല്ലയോ വിഡ്ഢിയായ മനുഷ്യ, നിന്നെ പോലെയുള്ള എത്ര പൊട്ടന്മാരാണ് ഈ വിഷയം പറഞ്ഞത്. അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഇതിന്റെയൊക്കെ മുതലിന്റെ ഈ മുതലിന്റെ ഒക്കെ ഉടമസ്ഥൻ ഞാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവനെയൊക്കെ ഞാൻ തിന്നിട്ടുണ്ടടാ, നിന്നെയും അടുത്ത കാലത്തായിട്ട് ഞാൻ ഒതുങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി ആ മനുഷ്യന്റെ വലിപ്പത്തരം കേട്ടിട്ട് മറുപടി പറയുമെന്ന് പരിശുദ്ധമായ ഉലമാ പറയുന്നുണ്ട്. തഫ്സീറുകൾ കാണാം. അതുകൊണ്ട് തന്നെ അവനവൻ ഉണ്ടാക്കി വെച്ച കോപ്പുകളൊക്കെ അവനവൻ സൂക്ഷിക്കുന്നത് കാണുമ്പോ ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, ഈ സൂക്ഷിക്കുന്നത് കൊണ്ട് വല്ല കാര്യവുമുണ്ടോ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഒരു ദിവസം മഹാനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ മുതലാണോ ഇഷ്ടം, അതല്ല നിങ്ങൾക്ക് മറ്റുള്ള ആളുകളുടെ മുതലാണോ ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി തങ്ങളോട് സ്വഹാബത്ത് അത്ഭുതത്തോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ നബിയെ, ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം മുതലല്ലാതെ മറ്റുള്ള ആളുകളുടെ മുതൽ ഇഷ്ടപ്പെടുമോ റസൂലെ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്. ആ ചോദിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറയുന്നത്, എന്നാൽ നിങ്ങൾ കൊടുത്തു വെച്ചതൊക്കെ നിങ്ങളുടെ സ്വതക്കകൾ ഉണ്ടല്ലോ, അത് നിങ്ങളുടേതാണ്. അതല്ലാതെ നിങ്ങൾ വാക്കി വെച്ചതൊക്കെ ബാക്കിയുള്ള ആളുകളുടേതാണ്. അത് വിറാസത്തുമായിട്ട് അവരവർ കൊണ്ടുപോകും, അവകാശികൾ വാരിവലിച്ചു കൊണ്ടുപോകുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവൻ അധ്വാനിച്ചുണ്ടാക്കിയിട്ട് അവനവൻ സൂക്ഷിക്കുന്നത് കാണുന്നു. ഈ സൂക്ഷിക്കുന്നത് കണ്ടപ്പോ ഞാൻ വലിയ അത്ഭുതത്തോടുകൂടെ ഇങ്ങനെ നോക്കാണ്. മഹാനായ ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ അയ്യൂബ് അൻസ്വാരി തങ്ങളുടെ സംഭവം പറയുന്നിടത്ത് ഇമാം മുസ്ലിം തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ കണ്ടിട്ടുണ്ട്. ഇമാം അബൂ അയ്യൂബ് അൻസ്വാരി റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ ഹബീബായ നബി തങ്ങളുടെ ഹദ്റത്തിലേക്ക് വരുന്നുണ്ട്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഇറങ്ങിയപ്പോ ഹബീബായ നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ മുതൽ ബിറുഹാവ് തോട്ടമാ, മദീനയുടെ മസ്ജിദുൻ നബവിയുടെ നേർ മുൻവശത്തുള്ള ആ ബിറുഹാവ് തോട്ടമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആ ബിറുഹാവ് തോട്ടത്തിലേക്ക് നബിയെ തങ്ങൾ പോവാറുണ്ട്. തങ്ങള് വൈകുന്നേരമൊക്കെ നൂലാത്താൻ വേണ്ടിയിട്ട് ആ ബീറുഹാവ് തോട്ടമൊന്ന് തെരഞ്ഞെടുക്കാറുണ്ട്. അവിടെ പോയിട്ട് അവിടെയുള്ള നല്ല അരുവിയിൽ നിന്ന് തങ്ങൾ വെള്ളം കുടിക്കാറുണ്ട്. നബിയെ, ആ ബീറുഹാവ് തോട്ടമാണ് എനിക്കെന്റെ മുതൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞു. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, അതുകൊണ്ട് ബിർറ് കണ്ടെത്തിക്കാൻ, സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനത് സ്വതക്കയായിട്ട് നബിയെ ഞാനത് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു പറയുന്നുണ്ട്, ബഹ് ബഹ് മാലുൻ റാബിഹ്, ബഹ് ബഹ് മാലുൻ റാബിഹ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മതി, വല്ലാതെ ലാഭം കിട്ടണ മുതലാ. എന്തേ ലാഭം കിട്ടാനുള്ള കാരണം എന്നറിയുമോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുന്നുണ്ട്, ആരാണ് അള്ളാഹുവിനിക്ക് ആരാണ് അള്ളാഹ്ക്ക് കടം കൊടുക്കുന്ന ആൾ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തേ അള്ളാഹ്ക്ക് കടം കൊടുത്താൽ കടം കൊടുത്തതന്നെ തിരിച്ചിട്ടോ?
കടം കൊടുത്ത തന്നെ തിരിച്ചു കിട്ടാണോ? എന്താണ് ആ കടം കൊടുത്താൽ കിട്ടുന്നത്? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുമ്പൊരു മുനാഫിഖായ മനുഷ്യനോട് കടം ചോദിച്ച സംഭവം പരിശുദ്ധമായ ഹദീസിൽ കാണുന്നുണ്ട്. മുത്തുനബി തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് പരാതി പറഞ്ഞു. യതീമക്കളായ അനാഥകളായ ഇന്നാലിന്നവരുടെ വീട്ടിലേക്ക് 2 ഈത്തപ്പഴം മരം ചാരി നിൽക്കുന്നുണ്ട് നബിയെ. ആ 2 ഈത്തപ്പഴം മരത്തിൽ നിന്ന് വീഴുന്ന ഈത്തപ്പഴം അനാഥകളായ ആ വീട്ടിലുള്ള കുട്ടികൾ എടുത്ത് കഴിച്ചു കളയുമോ എന്ന് വിചാരിച്ചുകൊണ്ട് വീട്ടിന്റെ ഉടമസ്ഥയായ ആ മഹദി നേരം വെളുക്ക് ഫജ്ർ വരുന്നതിന് മുമ്പ് തന്നെ എഴുന്നേറ്റുകൊണ്ട് അതിലുള്ള ഈത്തപ്പഴം എടുത്ത് തൊട്ടടുത്തുള്ള ആ തോട്ടത്തിലേക്ക് എറിയാറുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ തോട്ടത്തിന്റെ ഉടമയെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ആ 2 ഈത്തപ്പഴം മരം നിങ്ങൾ എനിക്ക് തരികയാണെങ്കിൽ പകരമായിട്ട് സ്വർഗത്തിൽ നിങ്ങൾക്ക് 2 ഈത്തപ്പഴം മരം തരാമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ ഉടനെ അച്ചങ്ങായി കൊടുത്ത മറുപടി, മുഹമ്മദ് കടം നിൽക്കണ പരിപാടിക്ക് ഞാനില്ല. 2 ഈത്തപ്പഴം മരത്തിന് പകരമായിട്ട് ഇവിടെ എന്തെങ്കിലും തരാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ചോദിക്ക്. അതല്ലാതെ കണ്ട് 2 ഈത്തപ്പഴം മരം ഇവിടുന്ന് വാങ്ങാ, പകരം അവിടുന്ന് 2 ഈത്തപ്പഴം മരം തരാ എന്ന് പറയുന്ന ആ പരിപാടിക്ക് ഞാനില്ല എന്ന് ബഹുമാനപ്പെട്ട ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോ ഈ വിഷയം മഹത്തുക്കളായ സ്വഹാബാക്കളുടെ കയ്യിലേക്കെത്തി. ഈ വിഷയം അറിഞ്ഞ ബഹുമാനപ്പെട്ട ഖലീഫത്തു സാലിസ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആ തോട്ടത്തിന്റെ ഉടമയായ മുനാഫിഖിന്റെ അടുക്കലേക്ക് പോയിട്ട് ഈ തോട്ടത്തിന് എന്താണ് വില എന്ന് ചോദിച്ചു. മോഹ വില എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചിട്ട് കൊടുക്കാത്ത ആ തോട്ടമാണ് അത് ചോദിച്ചിട്ടാണ് വരുന്നത്, അത് ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് അറിഞ്ഞപ്പോ അവൻ മോഹ വില എന്ന് പറഞ്ഞു, വിലയേറ്റി പറഞ്ഞു. ആ വില കൊടുത്തിട്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഖലീഫയായ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആ വില മുഴുവനും കൊടുത്തിട്ട് തോട്ടമങ്ങ് വാങ്ങിയിട്ട് അള്ളാന്റെ ഹബീബിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, 100 കണക്കിന് ഈത്തപ്പഴം മരമുള്ള ആ തോട്ടം നബിയെ ഞാൻ സ്വതക്ക ചെയ്യുന്നുണ്ട്, തങ്ങൾ വേണ്ടുന്ന രീതിയിൽ കൈകാര്യം ചെയ്തോളി എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുക്കലേക്ക് വന്ന സംഭവം പരിശുദ്ധമായ ഹദീസുകളിൽ ഉദ്ധരിക്കുന്നുണ്ട്. എന്നാൽ മന്ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസന, അല്ലാഹുക്ക് കടം കൊടുത്താൽ ആരാണ് അല്ലാഹുക്ക് കടം കൊടുക്കുന്നത് എന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്. അങ്ങനെ കൊടുത്താൽ എന്താ തിരിച്ചു കിട്ടാന്നറിയോ? ഫയുളായിഫുഹു അൽആഫം മുളാഫ, അതിനിക്ക് ഇരട്ടിയായിട്ട് പകരം തിരിച്ചു കൊടുക്കുമെന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. ഫയുളായിഫുഹു അൽആഫം മുളാഫ, കുറച്ചല്ല, 10% അല്ല, 11 അല്ല, 5%, 0.5 അല്ല, അങ്ങനെയല്ല. അങ്ങനെ ആരും വിചാരിക്കണ്ട. കടം കൊടുത്താൽ തിരിച്ചു കിട്ടുന്നത് കോലം പറയുന്നത് ഫയുളായിഫുഹു അൽആഫം മുളാഫ, തിട്ടപ്പെടുത്താൻ പറ്റാത്ത രീതിയിൽ ഇരട്ടിയായിട്ട് ഞാൻ കൊടുക്കുമെന്ന് അല്ലാഹു തആല ഏറ്റെടുത്തതാ. അങ്ങനെയുള്ള കടം കൊടുക്കുന്ന ആൾ ആരാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, മനുഷ്യന്മാരൊക്കെ ഈ അധ്വാനിച്ചു കൊണ്ടുവന്നിട്ട് അവരവർ പെട്ടിയിൽ പൂറ്റിവെക്കുന്നുണ്ട്. കള്ളം കൊണ്ടുപോവാണ്, അവനിക്ക് സൂക്ഷിക്കാൻ കഴിയണില്ല, കള്ളം കൊണ്ടുപോകാണ്. അല്ലെങ്കിൽ ആസിബീങ്ങളായ പിടിച്ചു പറിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ആരോഗ്യ ദൃഢഗാത്രരായ ചില ആളുകൾ പിടിച്ചു പറിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അവനവന്റെ മുതൽ സൂക്ഷിക്കാൻ കഴിയണില്ല, ആർക്കാർക്കും കഴിയണില്ല. പല രീതിയിലുള്ള തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്ന കാലമാണ്. എന്നാൽ ഞാനിത് ചിന്തിച്ചപ്പോ ഇത് എവിടെ വെച്ചാലാണ് വാക്കിയാകുക എന്നാ ഞാൻ ചിന്തിക്കണത്. മുതലുണ്ടാക്കിയിട്ടുണ്ട്, ഈ മുതൽ എവിടെ വെച്ചാലാണ് ബാക്കിയാകുക? അപ്പോഴാണ് ഞാൻ ചിന്തിച്ചപ്പോ എനിക്ക് കിട്ടിയത് ഫതമ്മൽതു ഫീ ഖൗലിഹി തആല, അല്ലാഹുവിന്റെ വാക്കിലങ്ങ് ഞാൻ ചിന്തിച്ചു, അല്ലാഹുവിന്റെ വാക്കിൽ ഞാൻ കണ്ടു. അല്ലാഹ് പറയുന്നുണ്ട്, മാ ഇൻദകും യൻഫദ് വമാ ഇൻദല്ലാഹി ബാഖ്. നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ തീർന്നു പോകും, അതൊന്നും ബാക്കിയാവൂല, കള്ളം കെട്ടുപോകും. അതല്ലെങ്കിൽ മറ്റുള്ള കൂട്ടുകാരോടൊപ്പം കൂടിയിട്ട് നിങ്ങൾ അതെല്ലാം പാപ്പർ ഷൂട്ടാക്കി കളയും, ഒന്നും ബാക്കിയാവൂല, ഒന്നും ബാക്കിയാകണില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഒന്നും ബാക്കിയാവൂല, ഇന്നലെ കിട്ടിയത് ഇന്നേക്കില്ല,
ഇന്ന് കിട്ടിയത് നാളേക്ക് ബാക്കിയാകണില്ല, ഒന്നും ബാക്കിയാകണില്ല. നാം ഈ അധ്വാനിച്ചുണ്ടാക്കിയതൊക്കെ ഇങ്ങനെ തീർക്കാനുള്ളതല്ലല്ലോ, അതൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടുന്നതല്ലേ, ഇത് നമുക്ക് ബാക്കിയാവേണ്ടുന്നതല്ലേ. നമ്മുടെ രക്തവും നമ്മുടെ മജ്ജയും മാംസവും ഒക്കെ ദിനേന കളഞ്ഞുകൊണ്ട്, ദിനേന ഇല്ലായ്മ ചെയ്തുകൊണ്ട്, ദിനേന ക്ഷയിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നാളെ നമുക്ക് ആരോഗ്യമുണ്ടായിക്കൊള്ളണം എന്നില്ല, അധ്വാനിക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. ഇന്ന് അധ്വാനിച്ചത് ബാക്കിയാക്കണം. എങ്ങനെ ബാക്കിയാക്കും? അത് നോക്കിയപ്പോഴാണ് എനിക്ക് കിട്ടുന്നത്. നിങ്ങളുടെ കീശയിൽ വെക്കണ്ട, നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് വെക്കാൻ വേണ്ടി കൊടുക്കണ്ട, ഓന്റെ കയ്യിൽ നിന്നും പോകാം. നിങ്ങൾ നിങ്ങളുടെ അടുക്കൽ സൂക്ഷിക്കുന്നതൊന്നും ബാക്കിയാവൂല. അള്ളാന്റെ അടുക്കലേക്ക് നിങ്ങൾ കൊടുത്തിട്ട് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊടുത്താൽ ഇരട്ടിക്കരട്ടിയായിട്ട് അതിങ്ങ് തിരിച്ചു വരും. ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങിയെന്നറിയോ? ഞാൻ കരസ്ഥമാക്കിയ, ഞാൻ ഉണ്ടാക്കിയ മുതലൊക്കെ ഞാൻ ചെലവാക്കാൻ തുടങ്ങി. ദുനിയാവിൽ നിന്ന് ലിവജിഹില്ല, അല്ലാഹുവിന്റെ മാർഗത്തിൽ. എല്ലാം ഞാൻ ചെലവാക്കുന്നത് ബൈനൽ മസാക്കീൻ, മിസ്കീന്മാരുടെ ഇടയിൽ. എന്തിന്? ലിതകൂന ദുഖ്റൻ ലി ഇൻദല്ലാഹ്, നാളെ പാരത്രികമായ ലോകത്തിൽ അല്ലാഹുവിന്റെ അടുക്കൽ എത്തുന്ന സമയത്ത് അത് വലിയൊരു നിധിയായിട്ട്, വലിയൊരു സൂക്ഷിപ്പ് സ്വത്തായിട്ട് എന്റെ അടുക്കലേക്ക് തിരിച്ചു കിട്ടണം. ആ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വാക്കി വെച്ചു, ഞാനതൊക്കെ ഇങ്ങനെ സമാഹരിച്ചു വച്ചിരിക്കുകയാണ് എന്ന് ബഹുമാനപ്പെട്ട ഹാത്തിമുനിൽ അസം റളിയല്ലാഹു തആല അൻഹു ശഖീഖുനിൽ ബൽഖി റളിയല്ലാഹു തആല അൻഹുവിനോട് മറുപടി പറഞ്ഞപ്പോ മഹാനായ ശഖീഖ് തങ്ങൾ ഇത് കേട്ടിട്ട് പറയുന്നുണ്ട്, വഫഖകല്ലാഹു തആല ഇന്നി ഖദ് നവർതു തൗറാത വൽ ഇൻജീല വസ്സബൂറ വൽ ഫുർഖാൻ. മോനെ ഹാത്തിമേ, അല്ലാഹു നിനക്ക് വലിയ തൗഫീഖ് തന്നിക്കാണ്, നിന്റെ മനസ്സിനെ വിശാലമാക്കി തന്നിക്ക. വല്ലാത്ത തൗഫീഖാണിത്. ഇന്നി ഖദ് നവർതു തൗറാത വൽ ഇൻജീല വസ്സബൂറ വൽ ഫുർഖാന, അല്ലാഹു തആല ഇറക്കിയ തൗറാത്തും ഇൻജീലും സബൂറും ഫുർഖാനും ഒക്കെ ഞാൻ നോക്കി. ഫവജത്തുൽ കുതുബൽ അർബഅത തദൂറു അലാ ഹാദിഹിൽ ഫവായിദ് സമാനി. ഈ 8 മസ്അലകളെ ദൗറ നടത്തിയിട്ടല്ലാതെ ഒരു കാര്യവും എനിക്ക് കാണാൻ കഴിയണില്ല. 3 നമ്മളിപ്പോ പറഞ്ഞു, 8 കാര്യം പറഞ്ഞിട്ടുണ്ട്. 8 കാര്യത്തിൽ ഉൾക്കൊള്ളാത്ത ഒന്നും ഞാൻ കാണുന്നില്ല. ഫമൻ അമില ബിഹാ കാന ആമിലൻ ബിഹാദിഹിൽ കുതുബിൽ അർബഅ. വല്ലവരുത്തനും ഈ 8 കാര്യങ്ങളെ കൊണ്ട് അമൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവൻ ഫമൻ അമില ബിഹാ കാന ആമിലൻ ബിഹാദിഹിൽ കുതുബിൽ അർബഅ, അവൻ 4 കിതാബുകളെ കൊണ്ട് അമൽ ചെയ്തവനെ പോലെയാണ് എന്ന് മഹാനായ ശഖീഖുനിൽ ബൽഖി റളിയല്ലാഹു തആല അൻഹു ഹാത്തിമുനിൽ അസം റളിയല്ലാഹു തആല അൻഹുവിനോട് മറുപടി പറയുന്നുണ്ട്. എന്തിന് ഒരു മനുഷ്യൻ അള്ളാഹുവിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് സാലിക്കാകുന്ന തസൗഫിന്റെ മാർഗത്തിലേക്ക് സാലിക്കായിട്ട് വല്ലവരുത്തനും വരികയാണ് എന്നുണ്ടെങ്കിൽ അവന്റെ ശുറൂത്തുകളൊക്കെ ഒപ്പിച്ചിട്ട് 4 ഷർത്തുകളിൽ ഇഅ്തിഖാദുൻ സ്വഹീഹ് ഉണ്ടാവുക, തൗബത്തുൻ നസൂഹ് ഉണ്ടാവുക, ഇസ്തിർലാഉൽ ഖുസൂം ഹത്താ ലാ യബ്ഖാ ലിഅഹദിൻ അലൈക ഹഖുൻ, ഒരാളോടും കടമയില്ലാത്ത രീതിയിൽ എല്ലാവരോടുമുള്ള കടപ്പാടുകൾ തീർക്കണം. അവനോട് ഇടപാട് നടത്തുന്ന, അവനുമായി ഏറ്റുമുട്ടുന്ന, അവനുമായി സമ്പർക്കം പുലർത്തുന്ന എല്ലാവരോടുമുള്ള കടമകൾ തീർത്തിട്ട് സ്വഹീഹായ ഇഅ്തിഖാദോടുകൂടെ നസൂഹായ തൗബയോടുകൂടെ ശരീഅത്തിന്റെ ഇൽമ്, അവന്റെ അള്ളാഹുവിന്റെ കൽപ്പനകൾ പൂർത്തിയാക്കി വീട്ടാൻ പറ്റുന്ന, അതിനനുസരിച്ചിട്ടുള്ള അവാമിറുകളൊക്കെ പൂർത്തിയാക്കി വീട്ടാനുള്ള ഇൽമു ശരീഅത്തും കരസ്ഥമാക്കിയിട്ട് വല്ലവരുത്തനും ജീവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പറയപ്പെടുന്ന ആളുകൾക്ക് അത്യാവശ്യമായി മനസ്സിലാക്കേണ്ടുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു തആല അൻഹു തസവൂഫിന്റെ ലോകത്തിൽ നായകന്മാരായ 2 മഹത്തുക്കളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ തസവൂഫിന്റെ ലോകത്തിലേക്ക് പ്രവേശിക്കുന്ന, ഇൽമു തസവൂഫ് മനസ്സിലാക്കുന്ന ആളുകൾക്കൊക്കെ ഈ വിഷയം ഒഴിവാക്കാനേ പറ്റാത്തതാ. അല്ലാഹു തആല മഹാന്മാരായ മശായിഖിന്റെ കൂടെ നാളെ ജന്നാത്തുൻ നഈം എന്ന സ്വർഗ്ഗത്തിൽ കൂടാൻ അല്ലാഹു തആല ഈ പ്രവർത്തികളൊക്കെ സബബായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അവരുടെ തൃപ്തിയിലായി ഇവിടെ ജീവിച്ചു മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട നൂർ ഫൈലി ഉസ്താദും മറ്റുള്ള ആളുകളൊക്കെ
ഓൺലൈനിൽ വന്ന് കാണുന്നുണ്ട്. ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.